നമസ്കാരം. രണ്ടുപേര് പാടണമെന്ന് തോന്നുന്നു എനിക്ക്. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമൻ അച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമൻ അച്ഛനെയാണെനിക്കിഷ്ടം. നല്ലൊരു പാട്ടല്ലേ? എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഞാനിപ്പോൾ അത് രണ്ടുപേരും പാടാനൊരു കാരണമുണ്ട്. അച്ഛൻ മക്കൾ തമ്മിലുള്ള ബന്ധം അല്ലേ, എന്ത് പവിത്രമായ ബന്ധമാണ് അച്ഛനും അമ്മയും മക്കൾ തമ്മിലൊക്കെ ഉള്ളത്. ആ ബന്ധത്തിൻ്റെ ഒരു തീവ്രത ഞാൻ അടുത്ത കാലത്തൊരു ന്യൂസ് കേട്ടു. അതായത് ഛത്തീസ്ഗഡിൽ, അതായത് റായ്പൂർ, കോർബ ജില്ലയിലെ ഹാർഡി ബസാറിൽ റാലിയ ഗ്രാമത്തിൽ ഗീത കേവാട്ട്, ആ സ്ത്രീക്ക് 27 വയസ്സ് പ്രായം. അച്ഛൻ അശോക് കുമാർ കേവാട്ട്, അദ്ദേഹത്തിന് 55 വയസ്സ് പ്രായം. കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെയാണ്. ഭാര്യയും 3 മക്കളും 8 വർഷമായി പിരിഞ്ഞാണ് താമസിക്കുന്നത് അദ്ദേഹവുമായിട്ട്. ഈ ഗീത കേവാട്ട് എന്ന് പറഞ്ഞാൽ സ്ത്രീ ഒരു യൂട്യൂബറൊക്കെയാണ്. ഫാമിലി എന്തോ അച്ഛനും ഭാര്യയും മക്കളുമൊക്കെ ആയിട്ടൊക്കെ എന്തൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് അവർ വേർപിരിഞ്ഞ് താമസിക്കുന്നത്. ഈ ഗീത കേവാട്ട് എന്ന് പറഞ്ഞ കുട്ടി യൂട്യൂബർ ആയതുകൊണ്ട് സദാ നേരവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയാണ്. അതായത് മൊബൈലിൽ ആയിട്ട് ഒക്കെ നോക്കി അതിനുവേണ്ടി യൂട്യൂബിൽ കൂടെയുള്ള അതിനു വേണ്ടിയിട്ടാണല്ലോ നോക്കുന്നത്. പക്ഷെ അച്ഛൻ ഇതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അച്ഛൻ പലപ്പോഴും ഉപദേശം കൊടുത്തു, വാണിംഗ് കൊടുത്തു. അദ്ദേഹം എന്തോ തെറ്റിദ്ധരിക്കപ്പെട്ടായിരിക്കാം. ഇപ്പോഴത്തെ കാലഘട്ടമല്ലേ, ഇപ്പം അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം എൻ്റെ മകളും ഇങ്ങനെയൊക്കെ എപ്പോഴും സദാ നേരം മൊബൈൽ നോക്കിയിരുന്നാൽ ഞാനും ചിലപ്പം വഴക്ക് പറയും, ഉപദേശിക്കും. അത് സ്വാഭാവികമാണ്. ഇവിടെ ഈ അച്ഛൻ മകളെ ഉപദേശിച്ചത് മകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെ തമ്മിൽ ഭയങ്കര പ്രശ്നമായി അച്ഛനും മകളും. നോക്കണേ, അദ്ദേഹം മകളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നതും ഉപദേശിക്കുന്നതും വഴക്കടിക്കുന്നതൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ ചിന്തിക്കുന്നത് വേറൊരു ലെവലാണ്. ഒരിക്കലും മക്കൾക്ക് എതിരായിട്ട്, മക്കൾ ദോഷമായിട്ട് വരാൻ ഒരിക്കലും ഒരു അച്ഛനമ്മ ആഗ്രഹിക്കില്ല. അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പം ഈ പെൺകുട്ടിക്ക് 27 വയസ്സായി. അപ്പോൾ അച്ഛൻ്റെ ഉപദേശമൊക്കെ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. പക്ഷേ ആ കുട്ടി ചിന്തിക്കണം. നാളെ ഈ അച്ഛൻ്റെ ഈ പ്രായത്തുമ്പായിരിക്കും ഈ കുട്ടിയും ചിന്തിക്കുന്നത്. ഈ സ്ത്രീക്കും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും, അന്ന് എൻ്റെ അച്ഛൻ ഇതുകൊണ്ടാണ് പറഞ്ഞത്, മക്കൾ നല്ല നന്മയിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്ന് ചിന്തിക്കും. അത് ഉറപ്പാണ്. ഇവിടെ ഇപ്പം ഈ റായ്പൂരിൽ സംഭവിച്ച കേസ് എന്തെന്ന് വെച്ചാലേ, ഈ മകളിങ്ങനെ അമിത ഉപയോഗം മൊബൈൽ കണ്ടപ്പോൾ, മൊബൈൽ എപ്പോഴും സദാ നേരവും ഇങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ട് അദ്ദേഹം വഴക്കുണ്ടാക്കി എല്ലാ പ്രശ്നമായി. ഈ കുട്ടിക്ക് ഒരിക്കലും അച്ഛൻ്റെ രീതി ഇഷ്ടപ്പെടുന്നില്ല. അച്ഛനുമായിട്ട് വഴക്കും വെക്കണമൊക്കെ ഉണ്ടായി ഭയങ്കരമായിട്ട്. ഒരു ദിവസം പുലർച്ചെ 2 മണിക്ക് രണ്ടുപേരും നല്ല വഴക്ക്. അർദ്ധരാത്രി ഈ കുട്ടി മൊബൈലാണ്. അത് കണ്ടിട്ട് അച്ഛൻ വഴക്കുണ്ടാക്കുന്നത്. പുലർച്ചെ 2 മണിക്ക് ഭയങ്കര വഴക്കമുണ്ടായി. സ്വാഭാവികമായിട്ട് മകളെ വഴക്ക് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവിട്ട് പോയെന്ന് തോന്നുന്നുണ്ട്. മകളെ മോശം ഭാഷാ പ്രയോഗം നടത്തിയെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അത് പിന്നീട് വന്ന അന്വേഷണത്തിൽ അങ്ങനെയൊക്കെയാണ് വന്നത്. മോശമായിട്ട് ഭാഷ ഉപയോഗിച്ചു മകളെ. ഇത് മോൾക്ക് സഹിച്ചില്ല. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? ഒരു മകള് ചെയ്യാൻ പാടില്ല, അല്ല ഒരു മക്കളും ഒരു അച്ഛനമ്മയോടും മാത്രമല്ല അങ്ങനെ ചെയ്യരുത്. എന്ത് ക്രൂരമാണ്. അരിവാളെടുത്തുകൊണ്ടൊന്നും ഈ അച്ഛൻ്റെ കഴുത്തറുത്ത് കൊന്നു കളഞ്ഞു. മകളെ നന്മയിലേക്ക് വരാൻ വേണ്ടി ഉപദേശിച്ച
എപ്പോഴും മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയോട് അച്ഛൻ നേരായ മാർഗത്തിൽ അങ്ങനെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് ശാസിച്ച് വഴക്കായി അതിനുവേണ്ടി പ്രശ്നങ്ങളുണ്ടായി. നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും പിടിക്കത്തില്ല. ആ അച്ഛനെ മകൾ അരിവാളെടുത്തുകൊണ്ട് കഴുത്തറുത്ത് കൊന്നു. ന്യൂസ് വായിച്ചപ്പോൾ പേടിയാണ്. എൻ്റെ മകളിപ്പം കല്യാണം കഴിഞ്ഞ് വേറെ ആയിട്ട് താമസിക്കുന്നു. എങ്കിലും മറ്റുള്ളവരടുത്ത് പറയണേ. ഇപ്പോൾ അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ സൂക്ഷിച്ച് മക്കളോടൊക്കെ പെരുമാറണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഞാൻ എന്തു പറയാൻ. നമുക്ക് എൻ്റെ രീതി വെച്ച് എൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇപ്പം അച്ഛൻ മക്കളെ കൊല്ലുക, ഇപ്പോഴത്തെ സമൂഹത്തിൽ നടക്കുന്ന മക്കൾ അച്ഛനമ്മമാരെ കൊല്ലുക, ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്. ഈ അച്ഛൻ മകളെ എന്ത് കൈക്കുഞ്ഞായിരിക്കുമ്പോഴേക്കും എന്ത് ലാളിച്ച് സ്നേഹം കൊടുത്തൊക്കെ ആയിരിക്കും വളർത്തിയത്. ആ അച്ഛനാണല്ലോ ഈ മകള് ഇങ്ങനെ ചെയ്തത്. നാളെ കാലം ഈ കുട്ടിയോടും തിരിച്ച് ചോദിക്കും. ആ കുട്ടിയുടെ കർമ്മം അനുസരിച്ച് അതും ഇതൊക്കെ നേരിട്ടേ പറ്റുള്ളൂ. എന്തു പറയാൻ. ലോകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും കാണുമ്പോൾ എന്തേ ഇങ്ങനെ മനുഷ്യരെന്ന് ചിന്തിച്ചു പോവുകയാണ്. സ്നേഹത്തിനൊരു മൂല്യമില്ലേ ഇവിടെ? ചിന്തിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ മക്കളെ ഒരു തെറ്റ് പറയുമ്പോൾ അതിനെ ഉപദേശിക്കുമ്പോൾ അവർ തിരിച്ച് വേറെ നെഗറ്റീവായിട്ട് ഒന്ന് പോട്ടെ. ഈ തൻ്റെ ഇഷ്ടപ്രകാരം നമ്മളത് ഒരു എതിർത്തതിനെ സംബന്ധിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവരുടെ നന്മയ്ക്കായിട്ടല്ലേ പറയുന്നത് നമ്മൾ. എന്തുകൊണ്ട് ഇപ്പോഴത്തെ തലമുറയൊന്നും ശ്രദ്ധിക്കുന്നില്ല? ഇപ്പോഴത്തെ ചെറു തലമുറയോട് പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അച്ഛനമ്മമാരും പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ ഇത് കേൾക്കുന്ന യുവതലമുറ എന്നോട് ദേഷ്യം തോന്നും. എനിക്കത് കുഴപ്പമൊന്നുമില്ല. ഞാനും ഒരു അച്ഛനായതുകൊണ്ടാണ് ഈ പറയുന്നത്. നാളെ നിങ്ങളും ഒരു അച്ഛനൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ അമ്മയാകുമ്പോഴായിരിക്കും ഇതിൻ്റെ ശരി തെറ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. യുവതലമുറയോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരും ഒരിക്കലും ഞാൻ അടച്ചാക്ഷേപിക്കുന്നതല്ല. ഇങ്ങനെ റോങ് ആയിട്ട് ചിന്തിക്കുന്നവരെ കുറിച്ച് പറയുകയാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന്. നിങ്ങൾ ചിന്തിക്കണം, സമൂഹം ചിന്തിക്കണം.